ഹലോ ഓൾ, ഇന്ന് നമ്മുടെ PYQ സീരീസിൻ്റെ 4ാം ഭാഗത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കഴിഞ്ഞ ഞാൻ മുന്നേ ഇട്ടിട്ടുള്ള 3 വീഡിയോസും കാണുക. എന്നാൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയ്ക്ക് വരുമ്പോൾ ഒരു കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ ബാക്കി വീഡിയോയിൽ നിങ്ങൾക്ക് ഏകദേശം 5 മാർക്ക് കിട്ടുന്ന അത്രയും എസ്സേയായിട്ട് ചാപ്റ്റർ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചാപ്റ്ററിന് അത്രയും സ്ട്രെസ്സ് കൊടുത്തിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും മാർക്ക് കിട്ടും. എന്നിട്ട് ഇതിലേക്ക് വരികയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും മാർക്ക് മിസ്സായി പോവുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുള്ള ആ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെയാണ് വന്നതെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം 11ാമത്തെ ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും. അപ്പോൾ നിങ്ങൾ ഇത് കഴിയുന്ന റാങ്ക് ഫയൽ നോക്കുക. ഓരോ ജലവൈദ്യുത പദ്ധതികൾ അത് എവിടെയാണ്, ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ തന്നെയാണ് അധികം ക്വസ്റ്റ്യൻസ് വരാറ്, എവിടെയാണ്, ഏത് ജില്ലയിലാണ്. പിന്നെ അതുപോലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്, പള്ളിവസിൽ. അതുപോലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. പിന്നെയോ സ്വകാര്യ മേഖലയിലെ ആദ്യത്തേത് ഏതാണ്, മണിയാറ്. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അധികം നമ്മൾ ഇതിന് കാണാറ്. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ നല്ല വൃത്തിയിൽ തന്നെ പഠിക്കുക. പിന്നെ 12ാമത്തെ ക്വസ്റ്റ്യൻ കറണ്ട് അഫയേഴ്സ് ഭാഗത്തു നിന്നാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, കിട്ടണമെങ്കിൽ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് അപ്ഡേറ്റ് ചെയ്താലേ നിങ്ങൾക്ക് ഈ കറണ്ട് അഫയേഴ്സ് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഡെയിലി തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബേർഡൻ ആയിട്ട് തോന്നുകയില്ല. 13ാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് നീതി ആയോഗ്. അത് നമുക്കറിയാം, ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും നീതി ആയോഗ് എന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിച്ചിരിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നമ്മുടെ 8ാം ക്ലാസ്സിലെ 11ാം ചാപ്റ്ററിൽ ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും അതിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതിൽ നീതി ആയോഗിനെ പറ്റി പറയുന്നുണ്ട്, ആസൂത്രണ കമ്മീഷനെ പറ്റി പറയുന്നുണ്ട്, പഞ്ചവത്സര പദ്ധതികൾ. അങ്ങനെ ഒരു നമുക്ക് കുറേ മാർക്ക് കിട്ടാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ആ ചാപ്റ്റർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചാപ്റ്റർ നല്ലോണം ഇരുന്ന് പഠിക്കുക, നല്ല വൃത്തിയിൽ തന്നെ പഠിക്കുക. ഒരു പോയിന്റ് പോലും അതിൽ വിടാൻ നിൽക്കരുത്, അത്രയും വൃത്തിയിൽ തന്നെ പഠിക്കുക. നമ്മുടെ അതിൽ പഞ്ചവത്സര പദ്ധതിയുടെ ടേബിൾ ഉണ്ടായിരിക്കും, അത് നല്ലോണം നോക്കുക. ഹരിത വിപ്ലവം, അതേപോലെ നമ്മുടെ ആസൂത്രണ കമ്മീഷനെ പറ്റിയിട്ട് നല്ല വൃത്തിയിൽ തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം. ഇത് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നമ്മുടെ 8ാം ക്ലാസ് തന്നെയാണ്, 7ാമത്തെ ചാപ്റ്റർ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ. ഇതിൽ കുറേ നമ്മുടെ ചോർച്ച സിദ്ധാന്തം, അതുപോലെ ഗാന്ധിജിയുടെ ആശയങ്ങൾ, കുറേ ശാസ്ത്ര ചിന്തകളെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ ആഡം സ്മിത്തിനെ പറ്റി പറയുന്നുണ്ട്, കാൾ മാർക്സ്, ചാണക്യൻ, അങ്ങനെ കുറേ ആൾക്കാരെ പറ്റിയിട്ട് നമ്മളിതിൽ പറയുന്നുണ്ട്. അത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഇത്. കാരണം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന് 2 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അതിന് തൊട്ട് താഴെ 15ാമത്തെ ക്വസ്റ്റ്യനും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ചാണക്യൻ, അർത്ഥശാസ്ത്രം, അമർത്യ സെൻ, ഇതൊക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് വന്നത്. നിങ്ങൾ ആ ചാപ്റ്റർ നന്നായിട്ട് വൃത്തിയിൽ പഠിക്കുക. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ, 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി ആരാണ്, പത്മ സുബ്രഹ്മണ്യം. ഇത് നമ്മൾ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് തന്നെയാണ്. നമ്മുടെ പുരസ്കാരങ്ങൾ വൃത്തിയിൽ 2024 പത്മ പുരസ്കാരവും 2025 ഇപ്പം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതും നല്ല വൃത്തിയിൽ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര തന്നെ കവർ ചെയ്യാൻ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, ഇത് നല്ല ഇത്രയും ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, വൃത്തിയിൽ പഠിക്കുക. കുറച്ച് പഠിച്ചാൽ മതി, എല്ലാം കൂടി ഇതാവരുത്. നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് പഠിച്ച് എസ്സേയായിട്ട് ചാപ്റ്റർ കവർ ചെയ്യുക. പിന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നൊക്കെ കമൻറ്റിലൂടെ നിങ്ങൾ പറയുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വരാം. അതുവരെ താങ്ക്സ്.